പാല് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് ആവശ്യാനുസരണം കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്നിങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സ്മാഷർ ഇല്ലെങ്കിൽ നല്ല കട്ടിയുള്ള തവി ഉപയോഗിച്ച് ഇതിങ്ങനെ ഉടച്ചെടുത്താലും മതി. നന്നായിട്ട് ഇതിനെ ഒന്ന് സ്മാഷ് ചെയ്ത് എടുക്കാം. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ചെറു തരി പോലും ഇല്ലാതെ നല്ല രീതിയിൽ വേണം ഇത് സ്മാഷ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ സ്മാഷ് ചെയ്തില്ലെങ്കിൽ അതിനൊരു ടേസ്റ്റും കാണത്തില്ല. അപ്പം നന്നായിട്ട് ഇത് സ്മാഷ് ചെയ്തെടുക്കുക. കുറച്ച് ഏറെ സമയം എടുക്കും, എന്നാലും കുഴപ്പമില്ല. നല്ല രീതിയിൽ സ്മാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി, ചെറിയൊരു എരിവ് വേണമല്ലോ. എന്നിട്ട് നന്നായിട്ട് അതിനെ ഇങ്ങനെ സ്മാഷ് ചെയ്ത് അത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നല്ല സ്മാഷ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ചീസ് വേണമെങ്കിൽ ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചീസ് ഇട്ടിട്ടുണ്ട്, കാരണം ഇത് ട്രഡീഷണൽ സ്റ്റൈൽ ആയതുകൊണ്ട് ചീസ് വേണം, അല്ലാതെ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ചീസ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ചീസ് അവോയ്ഡ് ചെയ്യാം. അപ്പം ഞാൻ ഇതിനകത്ത് ചീസ് ഇട്ടിട്ടുണ്ട്. ചീസ് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ചീസ് ഇട്ടാലേ ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് നികത്തി വെക്കാം. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ സോസ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആ സെയിം പാത്രം തന്നെ എടുക്കുക. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മൈദ അല്ലെങ്കിൽ കോൺ സ്റ്റാർച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് വരട്ടിയെടുക്കണം. ഏകദേശം ഒരു 1/4 കപ്പ് ഫ്ലോറാണ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തേക്കുന്നത്. നന്നായിട്ട് വരട്ടിയതിന് ശേഷം ഒരു ബ്രൗൺ നിറം ആകുന്നിടം വരെ ഇതിനെ ഒന്ന് ശരിയാക്കി എടുക്കുക. എന്നുവെച്ചാൽ ഇതിങ്ങനെ പതഞ്ഞ് വന്നിട്ട് ഇതുപോലെ നന്നായിട്ടത് പതഞ്ഞ് വരും. കട്ട കെട്ടാതെ തന്നെ നന്നായിട്ട് ഈ രീതിയിൽ ആക്കിയെടുക്കണം. ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേന് അതിനകത്ത് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് പാല് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഇളക്കുക. കട്ട കെട്ടരുത്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾക്ക് ഇതിൻ്റെ സോസിൻ്റെ തിക്നെസ് അനുസരിച്ച് നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട കെട്ടുവാണെങ്കിൽ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് ചൂടൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇച്ചിരി വെള്ളത്തിൽ ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം ചൂടൊന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ ഗ്രൈൻഡറിലിട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുത്തതിന് ഇതുപോലെ ആയിക്കോളൂ. അപ്പോൾ കട്ട കെട്ടത്തില്ല. അപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചിങ്ങനെ ഒന്ന് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത്യാവശ്യം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സോസാണ് വേണ്ടത്, കട്ടിയുള്ളതാണെങ്കിൽ അങ്ങനെ, ലൂസായിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ. എന്നിട്ട് ആവശ്യാനുസരണം അതിൻ്റെ കട്ടി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അത് കുറച്ച് ഗാർലിക് പൗഡർ, അല്ലെങ്കിൽ ഇച്ചിരി വെളുത്തുള്ളി അരച്ച് ചേർത്താൽ മതിയാവും. ഒരു വെളുത്തുള്ളി അരച്ച് ചേർത്താൽ മതി. പിന്നെ ഞാനിവിടെ ഒനിയൻ പൗഡർ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ചെറിയൊരു ഫ്ലേവറാണ്. പിന്നെ ഓർഗാനോ ഇവിടുത്തെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ്പൈസാണ്. പിന്നെ ബേസിൽ, ഈ 2 സാധനം അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പിടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനോയും ബേസിലാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ നമ്മൾ പിസ്സ ഒക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവിടെ ഓർഗാനോ കാണും. അപ്പോൾ അത് ഇച്ചിരി ഓർഗാനോ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നാട്ടിലായാലും ഇപ്പോൾ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് ഒന്ന് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുക. നല്ല മണവും നല്ല ഹെൽത്തിയാണ്. വയറുവേദനയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഓർഗാനോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു ഞാൻ ഓൾറെഡി. എന്നിട്ടിതാ ഇതുപോലെ ഇങ്ങനൊരു വട്ടത്തവിയും കൊണ്ട്, അല്ലെങ്കിൽ കോരിയെടുക്കുന്ന മോരുകറിക്കൊക്കെ ഉപയോഗിക്കുന്ന തവിയും കൊണ്ടാണ് ഇങ്ങനെ എടുക്കുക. ഇതിനകത്തേക്ക് ഇങ്ങനെ ഇടുക. സംഭവം ഐസ്ക്രീം പോലെ ഇരിക്കും, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഈ സോസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല അടിപൊളി ക്രീമി സ്മാഷ്ഡ് പൊട്ടാറ്റോ ഇവിടുത്തെ ഒരു മെയിൻ ഡിഷാണ്. ഭയങ്കര ടേസ്റ്റാണ്. മിക്കവാറുള്ള എല്ലാ ഷോപ്പിലും ഇത് മേടിക്കാൻ കിട്ടും. നല്ല ഹോട്ടൽസിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഈ സോസ് ഇല്ലാതെ തന്നെ നമുക്ക് ആ രീതിയിൽ നേരത്തെ ആ സ്മാഷ്ഡ് പൊട്ടറ്റോസിൻ്റെ മാത്രം ഉണ്ടാക്കി നോക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല കമൻറ്റ് തരിക. ഏതെങ്കിലും ഡിഷ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്നോട് പറയുക. അത് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.